അങ്ങനെ വെച്ചാൽ പറയുന്നത് നമ്മുടെ പണിക്കുള്ള സാധനം നമ്മുടെ പാര നമ്മുടെ കയ്യിൽ കിട്ടിയേക്കാണ്. അപ്പോൾ ഈ പാരയിൽ നമുക്ക് മൊത്തം ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കട്ടർ വെച്ചിട്ട്. അപ്പോൾ സംഭവം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തേങ്ങപ്പാര കമ്പിപ്പാര എന്നൊക്കെയാണ് പറയാറ്. സംഭവം നമ്മൾ പക്ഷേ മുറിച്ചെടുക്കാണ്ട മച്ചാന്മാരെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല. സംഭവം മച്ചാന്മാരെ ഇതേ നമ്മളുടെ എടുത്ത പാരയുടെ സെറ്റപ്പ് നോക്കിയേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവാതിരിക്കാനായിട്ട് നമ്മളിത് പെട്ടെന്ന് ചെയ്ത് തീർത്തേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യം നമ്മളിത് ഒരു സ്റ്റാൻഡ് അടിച്ചെടുത്തു നമ്മുടെ മെഷീൻ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതേ നമ്മുടെ പാരയുടെ നമ്മൾ മുറിച്ച പീസ് വെച്ച് നേരെ വെൽഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് നമ്മളിതേ ഒരു ക്രാങ്ക് സെറ്റപ്പിലേക്ക് കൊടുത്തേക്കാണ്. കണ്ട, ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം. ഇതിൽ നിന്ന് നേരെ ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്ത ക്രാങ്കിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ കൊടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ വരുന്ന മൂവ്മെൻറ്റിനനുസരിച്ച് ഇവിടേക്ക് ഇതേ നമ്മുടെ ഈ ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡിന് പകരം ചെയിനാണ് ഇട്ടിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നല്ല അടിപൊളി ബെയറിങ്ങുകൾ നമ്മൾ ഇതേ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇതിൻ്റെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾ ഇട്ടിരിക്കുന്ന സാധനത്തുമ്പോഴാണ് നമ്മുടെ എഞ്ചിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പെയിന്റ് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നല്ല വർണ്ണശബളമായ പെയിന്റുകൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മളുടെ പാരയുടെ സെക്ഷനും അതുപോലെ നമ്മളുടെ ടേബിളിന്റെ ടോപ്പ് സെക്ഷനൊക്കെ നമ്മൾ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളറായിട്ടിരിക്കട്ടെ, ഒരു ഭീകരതയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് റെഡ് കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നീല. അങ്ങനത്തെ പെയിന്റ് ഒക്കെ അടിച്ച് നമ്മുടെ മെഷീന്റെ ഫ്രെയിമിനെ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ നമ്മളുടെ 2 ബെയറിങ്ങിന് നമുക്കിത് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കണം കേട്ടോ. സ്ക്രൂ അല്ലട്ടോ, നമുക്ക് നട്ട് ബോൾട്ടാണ് പറഞ്ഞത് മാറിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ നട്ട് ബോൾട്ട് ഇട്ട സംഭവം നമ്മൾ നമ്മുടെ ബെയറിങ് ഇതേ ഇവരെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളുടെ നട്ടും ബോൾട്ടും ഇട്ട് നമ്മൾ കിടകിടാന്ന് സംഭവം ടൈറ്റ് ആക്കി വെക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം, കാരണം ഇതിമേക്കാണ് ഏറ്റവും നല്ല രീതിക്ക് പ്രഷർ വരുന്നത്. അപ്പോൾ നമ്മൾ സ്പാനറൊക്കെ വെച്ച് സൂപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മുടെ 2 ബെയറിങ് നമ്മൾ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്കുമ്പോൾ നമ്മൾ പിടിച്ച് കറക്കുമ്പോൾ നമ്മളുടെ തേങ്ങ പൊതിക്കുന്ന ആ ഒരു പാരയുടെ ആക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇവിടെ നമ്മൾ സ്പ്രിങ് കണക്ട് ചെയ്തേക്കണ കാരണം നമ്മളിത് കറക്കുമ്പോൾ ഈ ഒരു പോർഷൻ കണ്ട ഇങ്ങനെ തുറന്നടയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൈ എടുത്തിട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ വീണ്ടെടുക്കും. പിന്നെ നമ്മളിത് കറക്കി കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം ഇവിടേക്കുള്ള ഒരു കൗണ്ടർ വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. കണ്ട, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിത് ഒരു ചെറിയ പട്ടയം അതിൽ ചെറിയൊരു ഹോള് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു സ്പ്രിങ് വെച്ച് ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ നമ്മുടെ ഒരു സ്ക്രൂ വെച്ചിട്ട് നമ്മളിതിൽ കണക്ട് ചെയ്ത് ഇതിനെ സ്ക്രൂ ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മുടെ സെൽഫ് സ്ക്രൂ വെച്ച് നമ്മളിത് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇതിനെടുത്ത് നമ്മുടെ സ്പ്രിങ്ങും മേക്കി നമ്മളിത് അങ്ങോട്ട് വലിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഹാ, അടിപൊളി. ഇപ്പോൾ നമ്മളുടെ ആ ഒരു പാര കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ കറങ്ങുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ പാര ആഹാ സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിസ്കിനെ നമുക്ക് കറക്കാനുള്ള നമ്മുടെ മെഷീൻ സെറ്റപ്പുകൾ നോക്കാം. കാരണം ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങിയാലേ നമ്മുടെ പാര തുറന്ന് അടയത്തുള്ളൂ. അപ്പോൾ അതിനുള്ള പണിയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ പൊതിക്കൽ മെഷീൻ്റെ യന്ത്രഭാഗങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെയിനായിട്ടൊരു മോട്ടറാണ്. ഈ മോട്ടർ നമ്മുടെ ഈ ബൈക്കിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 24 വോൾട്ടിൻ്റെ 250 വാട്ട്സിൻ്റെ ഗിയർഡ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. ഹൈ ടോർക്ക് കിട്ടിയ ഒരു മോട്ടർ കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പീഡ് കൺട്രോളർ കൂടി നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോബുമ്പോൾ നമുക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോട്ടർ ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ചെയിനും അതുപോലെ സ്പ്രോക്കറ്റാണ്. നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ആക്രിക്കടയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മുടെ പൽചക്രം കണ്ട, ഈ ഒരു പൽചക്രം അതിൻ്റെ ചെയിനാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു മോട്ടറിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ട, ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെയിനും സ്പ്രോക്കറ്റും എടുത്തിട്ടുണ്ട്, മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ട ബാറ്ററിയാണ്. 24 വോൾട്ടിലാണ് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ബാറ്ററി, അതായത് 12 വോൾട്ടിൻ്റെ 2 ലെഡ് ആസിഡ് ബാറ്ററി നമ്മളെടുത്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നേരെ നമ്മുടെ മെഷീനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സ്പ്രോക്കറ്റ് എടുത്ത് നേരെ നമ്മുടെ ഡിസ്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മുടെ ഡിസ്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോളിട്ട് എടുത്തായിരുന്നു എന്ന്. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ സ്പ്രോക്കറ്റ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ. അടിപൊളി. ഇനി ഇതും നമ്മുടെ നട്ടിട്ട് കൊടുക്കാം കേട്ടോ. ആഹാ, അങ്ങനത്തെ നമ്മുടെ ഡിസ്കും സ്പ്രോക്കറ്റായിട്ടുള്ള ബന്ധം നമ്മൾ നട്ടും ബോൾട്ടിട്ട് ഊന്നി ഉറപ്പിക്കുകയാണ്. കാരണം ഇതുമേക്ക് നമ്മുടെ ചെയിൻ വരുമ്പോൾ നല്ല രീതിക്ക് ലോഡ് വരും. അപ്പോൾ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും നല്ല രീതിക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സംഭവം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം നമുക്ക്. ഇനി നമ്മുടെ ചെയിൻ എടുത്ത് നേരെ നമ്മുടെ പൽചക്രത്തുമേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ഇതേ നമ്മുടെ മെയിൻ ആള് നമ്മുടെ മോട്ടറിന് ഇടുക. നേരെ നമ്മുടെ 4 സ്ക്രൂ അടിക്കാനുള്ള പോർഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഇതേ നമ്മുടെ ചെയിൻ എടുത്ത് നേരെ ഇതുമ്മ കൊളത്തി നമ്മൾ വെച്ചിട്ട് നേരെ ഇനി സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മുടെ മോട്ടർ ഇവിടേക്കിട്ടാ. ഇനി ഇതേ നമ്മുടെ മോട്ടർ നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഇട്ട സ്ക്രൂ ഒക്കെ ഇതേ നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മളുടെ ഈ ഒരു ഫ്രെയിമിന്റെ വർക്കൊക്കെ ഒരു വിധം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ മോട്ടർ പവർ ചെയ്യാൻ നേരേക്കാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി വെച്ച് നമ്മുടെ മോട്ടർ പവർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഡുകൾ എടുത്ത് നേരെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ബാറ്ററിയിലേക്ക്. അപ്പോൾ ഇതേ പോസിറ്റീവ് റെഡ് അങ്ങ് എടുത്ത് കണക്ട് ചെയ്ത് കൊടുത്തു, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് ബ്ലാക്ക് എടുത്ത് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അടിപൊളി. അപ്പോൾ ഇത് ബാറ്ററി താഴെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു കൺട്രോളർ നമ്മൾ തിരിക്കുമ്പോൾ നോക്കിക്കോട്ടെ. അപ്പോൾ ഇത് നോക്കിക്കോ, സംഭവം നമ്മൾ ഓണാക്കാൻ പോവാണ്. അടിപൊളി. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ മോട്ടർ കറങ്ങുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് കറങ്ങുന്നുണ്ട്. ക്രാങ്കിൽ നിന്ന് ചെയിൻ വന്നിട്ട് നേരെ നമ്മുടെ തേങ്ങ പൊതിക്കുന്ന നമ്മുടെ പാര സെറ്റാണ്. അപ്പോൾ നമ്മൾ പേടിയാവും ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൈയൊക്കെ വെച്ചാലും യാതൊരു പ്രശ്നമൊന്നുമില്ല. കണ്ട, കൈ ഇറങ്ങി അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. തേങ്ങ മാത്രമേ പുള്ളിക്കാരെ പൊതിക്കുള്ളൂ, അല്ലാത്ത അവസ്ഥയിലൊക്കെ പുള്ളി സേഫാണ്. നമ്മൾ കണ്ട, വേറൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മളുടെ തേങ്ങ പൊതിക്കുന്ന പണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചന്മാർ ഇനി നോക്കുന്നില്ല, നേരെ നമ്മളുടെ തേങ്ങ നമ്മൾ പൊതിക്കാൻ പോവാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങയിൽ പച്ച തേങ്ങയുണ്ട്, പഴുത്ത തേങ്ങയുണ്ട്, ഉണക്ക തേങ്ങയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ച് നമ്മളിനി തേങ്ങ പൊതിക്കാൻ പോവാണ് മച്ചന്മാരെ. അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ പൊതിക്കാൻ പോവാണ്. നോക്കിക്കോ. ആഹാ ആഹാ, വെറുതെ കുത്തിയപ്പോഴേക്കും നമ്മുടെ തേങ്ങ പൊളിഞ്ഞു വന്നിട്ടാ. കണ്ടാ, നമ്മുടെ മെഷീൻ്റെ പവർ കണ്ട, വെറുതെ നമ്മൾ എടുത്ത് കുത്തിയപ്പോഴേക്കും സംഭവം നമ്മുടെ സാധനം പൊളിഞ്ഞ് തേങ്ങ പുറത്തു വന്നു. അങ്ങനെ നമ്മുടെ തേങ്ങകൾ ഓരോന്നായിട്ട് നമ്മൾ പൊതിക്കുകയാണ്. രണ്ടാമത്തെ തേങ്ങയാണ്. ആഹാ, 2 കുത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് തേങ്ങ പൊളിഞ്ഞു വന്നത്. കണ്ടാ സംഭവം. പിന്നെ അതിൻ്റെ ഒരു റിതം നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം